തമിഴ്നാട് പ്രതിനിധി സജയകുമാർ കൂടി ചേരുന്നു. സജയകുമാർ, ഈ വിഷയത്തിൽ DMKയുടെ രാഷ്ട്രീയ തീരുമാനമാണോ നിർണായകമാവുക? ഹൈക്കോടതി നിരീക്ഷണം ഉണ്ടാവട്ടെ, അതിനുശേഷം വിജയ്ക്കെതിരെ ഒരു നീക്കം മതി എന്നതാണോ തീരുമാനം? കാരണം 40 പേരുടെ മരണം ജീവനെടുത്ത ഒരു വലിയ വിവാദമാണ്. അതിൻ്റെ സംഘാടകർ സ്വാഭാവികമായും നിയമ നടപടികൾ നേരിടേണ്ടി വരും. സാധാരണ രീതിയിൽ സംഘാടകർക്കെതിരെ അറസ്റ്റ് ഉണ്ടാവേണ്ടതാണ്. ഈ വിഷയത്തിൽ കോടതി തീരുമാനം വരട്ടെ എന്ന തീരുമാനം എടുക്കാൻ കാരണം എന്താണ് സർക്കാരിൻ്റേത്? ചില രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണോ ഇക്കാര്യത്തിൽ തീരുമാനം വഹിക്കുന്നത്? സജിത്, തീർച്ചയായും. അതായത് DMK സർക്കാർ നേരിട്ട് വിജയ് അറസ്റ്റ് ചെയ്യുന്നത് പോലുള്ള നടപടിയിലേക്ക് നീങ്ങിയാൽ രാഷ്ട്രീയമായി പല വിമർശനങ്ങളും സർക്കാർ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്തായിരിക്കാം ഇപ്പോൾ വിരമിച്ച ജഡ്ജി അരുണ ജഗദീശൻ അന്വേഷണ കമ്മീഷനായി ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനായി നിയമിച്ച് അവർ ഇപ്പോൾ സംഭവ സ്ഥലത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സംഭവം നടന്ന സ്ഥലത്ത് അവർ വീക്ഷണം നടത്തുകയും അവരുടെ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ പറയുന്നത്. അതായത് വിജയ് അറസ്റ്റ് ഉണ്ടാവുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സ്റ്റാലിൻ പറഞ്ഞ മറുപടി രാവിലെ ഇതായിരുന്നു: ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതുപോലുള്ള തീരുമാനങ്ങൾ അടുത്ത തീരുമാനങ്ങൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. എങ്കിലും അതുപോലെ തന്നെ വിജയുടെ ഭാഗത്ത് നിന്ന് ചെന്നൈ ഹൈക്കോടതിക്ക് ഒരു ഹർജി ജഡ്ജിന്റെ വീട്ടിൽ നേരിട്ട് ചെന്ന് സമർപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഹർജി വാദം നാളെ ചെന്നൈ ഹൈക്കോടതി മധുര ബെഞ്ച് നാളെ കേൾക്കാനിരിക്കുകയാണ്. അതിന്റെ വിധി വന്നതിന് ശേഷം തന്നെ അടുത്ത ഘട്ട നടപടിയിലേക്ക് സർക്കാർ നീങ്ങുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പോലീസ് അന്വേഷണത്തിനായി ഒരു അന്വേഷണ കമ്മീഷനെയും സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ഒരു IG നേതൃത്വത്തിൽ ഒരു ടീമിനെ തന്നെ നിയോഗിച്ചിരിക്കുന്നു. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടും കൂടി വന്നതിന് ശേഷമേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വിജയ്ക്കെതിരായി എന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിജയുടെ ഭാഗത്തും കോടതിയെ സമീപിച്ചതും അതുകൊണ്ടാണ്. അതായത് പല ഗൂഢാലോചനകളും വിജയുടെ റാലിക്കെതിരായി നേരത്തെ തന്നെ DMK നടത്തുന്നു എന്ന ആരോപണം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ വിജയ് നേരത്തെ സമീപിച്ചിരിക്കുന്നത്. അവിടുത്തെ സംഭവ സ്ഥലത്തുള്ള CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കും എന്നുള്ള ഒരു ഉത്കണ്ഠ വിജയുടെ പാർട്ടിക്കുണ്ട്. അതുകൊണ്ടാവാൻ ഹർജിയിൽ ഇതിനെ കൂടെ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കാതെ കോടതി സൂക്ഷിക്കുക എന്നുള്ള ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കൂടി തന്നെ നാളെ കോടതി ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ അടുത്ത കോടതിയുടെ തീരുമാനം എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷമേ വിജയുടെ അടുത്ത രാഷ്ട്രീയ ഭാവി എന്തെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. സജിത്, അതാണ് സാഹചര്യം. എന്തായാലും TVK എന്ന വിജയുടെ രാഷ്ട്രീയ പാർട്ടി അസാധാരണമായ പ്രതിസന്ധിയാണ് നേരിടുന്നത്. 2 വർഷം മാത്രം രൂപീകരിച്ചതിന് ശേഷമായ രാഷ്ട്രീയ പാർട്ടിക്ക് തൽക്കാലമെങ്കിലും വലിയ വിവാദമുണ്ടാക്കുന്നതാണ്, പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ. 40 പേരുടെ മരണത്തിനിടയാക്കിയ റാലി എന്തായാലും തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. ഇതിനപ്പുറത്തേക്ക് ഇതിലെന്ത് പ്രതിസന്ധി എന്നാണ് ചോദ്യം. എന്തായാലും ഹൈക്കോടതി ഉത്തരവ് വരട്ടെ, അതിനുശേഷം തുടർ നീക്കമെന്നതാണ്. ഇപ്പോഴൊരു അറസ്റ്റ് ഉണ്ടായാൽ അത് രാഷ്ട്രീയപരമായി വിജയ് നേട്ടമാക്കും എന്ന സംശയം കൂടി അവിടെ DMK സർക്കാരിനുണ്ട്. ആ ഒരു ജാഗ്രത കൂടി അവർ കാട്ടുകയാണ് അവിടെ.